ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ. പൊന്നാനി തുറമുഖ നഗരമാണ്, കലാ സാംസ്കാരിക ചരിത്രമുള്ള നാടാണ് പൊന്നാനി. വലിയ രാഷ്ട്രീയ അടിയൊഴുക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ പൊന്നാനിയിലൂടെയുള്ള നമ്മളുടെ അശ്വമേധം യാത്ര ആരംഭിക്കുന്നു. മൊട്ടപ്പത്തിരിയെ കുറിച്ചാണ് എവിടെ പോയാലും പറഞ്ഞു കേൾക്കാറുള്ളൂ. രാഷ്ട്രീയവും മൊട്ടപ്പത്തിരിയും. ഇവിടുത്തെ മൊട്ടപ്പത്തിരി എങ്ങനെയാ? സൂപ്പറാണ്, നല്ല ടേസ്റ്റ്. പൊന്നാനിയുടെ മാത്രം പ്രത്യേകതയായി മൊട്ടപ്പത്തിരി. മൊട്ടപ്പത്തിരിക്കൊപ്പം രാഷ്ട്രീയവും വെന്തുകൊണ്ടിരിക്കുന്നു, പാകമായി വരുന്നു. എന്താ പൊന്നാനിയിലെ ഒരു സാധ്യത? ഹംസ തന്നെയാണ്. ഹംസ, കേസ് ഹംസയോ? തവണ അട്ടിമറി ഉണ്ടാവോ പൊന്നാനിയില്? ഹലോ ജാക്കി, ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിപ്പോ ഇവിടെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അപ്പൊ അനങ്ങുന്നില്ല, പറക്കുന്നെങ്കിൽ പറയുന്നത് പോലെ. ഇന്നലെ നമ്മൾ കൊണ്ടോട്ടിയിൽ ഉണ്ടാക്കിയ ട്രാഫിക് ബ്ലോക്കിന്റെ അത്ര പോരാ. നമ്മൾ പൊന്നാനി പള്ളിയുടെ മുന്നിലെത്തി. മൗനത്തിൽ ഇസ്ലാം സഭയുടെ പള്ളിയാണ്, ചരിത്രമുള്ള പള്ളിയാണിത്. ആ ചെറുപ്പക്കാരുണ്ട്, പ്ലീസ് പ്ലീസ് ലെറ്റ്സ് ഗോ. ഈ സ്ഥലത്തിന്റെ പേരെന്താ മോനെ? അത് എനിക്കിട്ട് വെച്ചതാണല്ലോ. പൊന്നാനി വന്ന് ഇറങ്ങിയതിനു ശേഷം കേട്ട ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് അബ്ദുൽ സമദ് സമദാനി, ഹംസ, പിന്നെ കേട്ടത് മൊട്ടപ്പത്തിരി. അതാവരുടൂ നമ്മൾ വന്നെറിഞ്ഞ് അതാ അടിപൊളിയിടോ. സ്ഥാനാർത്ഥി എത്തി. നമസ്കാരം. നമസ്കാരം. ആ ഹംസ, സന്തോഷം. ഇരുന്നാട്ടെ, വന്നാട്ടെ മൊട്ടപ്പത്തിരി. പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മൊട്ടപ്പത്തിരിയിൽ തുടങ്ങാം. ഞാനിവിടെ വന്നപ്പോ ഇക്ബാലിക്ക എന്നോട് ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. എന്താണെന്നറിയോ? മൊട്ടപ്പത്തിരിയിൽ മുട്ടയില്ല. കേസ് ഹംസയെ പൊന്നാനി സ്വീകരിക്കുമോ എന്ന ചോദ്യമാണ് പൊളിറ്റിക്കൽ ചോദ്യം. മാറ്റൊന്നും ഉണ്ടാവില്ല, 100% ഭൂരിപക്ഷം. CPM-മാർക്ക് അറിയാത്ത ഒരാളാണെങ്കിലും ലീഗുകാർക്കും സമസ്തക്കാർക്കും അറിയുന്ന ഒരാളാണ് ഹംസ. മണ്ഡല സാധ്യത അറിയാൻ എല്ലാ സാധ്യതകൾ കൂടുതലാണ്. UDF സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്, അബ്ദുൽ സമദ് സമദാനി. ഞാൻ ഈ തൊപ്പി എന്തും ചെയ്യാം. ഈ തൊപ്പി ഞാനൊന്ന് വെക്കട്ടെ? വെച്ചോളൂ വെച്ചോളൂ. ഈ തൊപ്പി ഇവിടെ വെക്കുന്നു, എന്റെ തൊപ്പി ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഓക്കെ, പൊന്നാനി വന്നാൽ തൊപ്പി ഇടണം എന്നാണല്ലോ പ്രമാണം. തെരഞ്ഞെടുപ്പ് ചൂടാവും. തെരഞ്ഞെടുപ്പ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടിയുള്ള വോട്ടാണ്, ഇന്ത്യയുടെ ഭാവിക്ക് വേണ്ടിയുള്ള വോട്ടാണ്, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള വോട്ടാണ്. ഇല്ല, മലപ്പുറത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റി എന്ന് പറഞ്ഞത് വളരെ കറക്റ്റായി വിലയിരുത്തി എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ സുഹൃത്ത്. കവിതയുടെ രാഷ്ട്രീയം പൊന്നാനിക്ക് കേൾക്കേണ്ട സമയമാണല്ലോ. കഠിൻ ഹൈ രാഹ ഗുസർ തോടി ദൂർ സാത്ത് ചലോ. ഈ വഴി കടന്നു പോകാൻ പ്രയാസമാണ്. തോടി ദൂർ സാത്ത് ചലോ. കുറച്ച് ദൂരം എൻ്റെ കൂടെ നടക്ക്. കൂടെ നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, കഠിനമായ വഴിയാണോ പൊന്നാനിയിലിരുന്ന് മറിച്ചൊരു ചോദ്യമുണ്ട്. പൊന്നാനിയിലെ അടിയൊഴുക്കുകൾ നമുക്ക് കൃത്യമായും വേർതിരിച്ചറിയാറായിട്ടില്ല. പക്ഷെ പൊന്നാനിയിൽ വളരെ പ്രധാനപ്പെട്ട അടിയൊഴുക്കുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വരട്ടെ, ഇനി തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ. വീണ്ടും എത്താം നാളെ രാവിലെ 7 മണിക്ക്. ഞാനും ജാക്കിയും. നാളെ നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്.